നല്ല രീതിയിൽ ഉഴപ്പി MSc 8 നിലയിൽ പൊട്ടി. ഏത് ഡിഗ്രിക്ക് കോളേജിലെ ടോപ്പറാണ്, അവിടെ നിന്നാണ് പൊട്ടി MSc. ഇത് വീട്ടിൽ പ്രശ്നമായില്ലേ? അവിടെ വെച്ച് നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ താങ്കൾ കളർ ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, പെയിൻറ് കമ്പനിയിലല്ല താങ്കൾക്ക് ജോലി കിട്ടി, അതെങ്ങനെ കിട്ടി? നമുക്ക് എന്ത് വീക്ക്നെസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് എ വേ ടു അതിനെ ഒന്ന് വഴിതിരിച്ചു. സ്ട്രെങ്ത് ആവും ചിലപ്പോൾ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. ആദ്യത്തെ 2 വർഷം ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാപിറ്റലില്ല. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്നത്, ഓർഡർ എടുക്കുന്നു. അതെ. പിന്നെ ജോലി വിട്ട സമയത്ത് കിട്ടിയ ഗ്രാറ്റുവിറ്റി ഉണ്ടായിരുന്നു, ആ എമൗണ്ട് ഫുൾ എടുത്ത് ബിസിനസ് കിട്ടും. ഒരു 6-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് PF-ൻ്റെ ഇത് കിട്ടി. PF അതും എടുത്ത് തന്നെ വെളിയിലൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും. അപ്പോൾ അന്ന് പകൽ സപ്ലൈ ആണെങ്കിൽ വൈഫായിരുന്നു അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഓഫീസുണ്ട് ചെന്നൈയിൽ. ഓഫീസില്ല, വീടായിരുന്നു ഓഫീസ്. വെച്ച് അടുത്തുള്ളൊരു കട ഗോഡൗണായിട്ട് എടുത്തിരുന്നു. പണിയില്ലാത്തവർ പലരെയും ചോദിക്കും എന്താ പെയിൻറ് പണിക്ക് പോകുന്നു. ഇതൊരു സ്കിൽ ആവശ്യമുള്ള മേഖലയല്ലേ? ആർക്ക് വേണമെങ്കിലും ഒരു ബ്രഷ് എടുത്ത് അടിക്കാൻ പറ്റും എന്നുള്ളൊരിത്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു പെയിൻറ്റിങ് ആ കസ്റ്റമർക്ക് ബെനിഫിറ്റായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സ് മനസ്സിലാക്കി അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ പല ഘടകങ്ങൾ നോക്കിയിട്ട് വേണം അത് പെയിൻറ്റിങ് ചെയ്യാൻ. ഞാനൊരു പെയിൻറ്റ് ടെക്നോളജിസ്റ്റാണ്. ഞാൻ MSc കഴിഞ്ഞ് ഏഷ്യൻ പെയിൻറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഡിപ്ലോമ ഇൻ പെയിൻറ്റ് ടെക്നോളജി എടുത്തു. അവിടുത്തെ R&Dയിലെ എക്സ്പീരിയൻസ്, ടെക്നിക്കൽ സർവീസിലെ എക്സ്പീരിയൻസ്, സെയിൽസിലെ എല്ലാ എക്സ്പീരിയൻസും കൂടി ചേർന്ന് കസ്റ്റമർക്ക് ഏതാണ് സൂട്ടബിളായിട്ടുള്ളൊരു സൊല്യൂഷൻ. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഗ്രാവിറ്റി കോട്ടിംഗ് സൊല്യൂഷൻസ് എന്ന്. അപ്പോൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ളൊരു ആംഗിളിലാണ് ഞങ്ങൾ നോക്കുന്നത്. തൊഴിൽ ചെയ്തതിന് ശേഷം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. ചിലർ ഒരു തൊഴിലും ചെയ്യാതെ സംരംഭത്തിൽ തുടക്കം കുറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തൊഴിൽ ചെയ്ത് കർമ്മമേഖല കണ്ടെത്തി അതിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുക എന്നുള്ളതൊരു ഭാഗ്യമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ പഠിക്കാൻ മിടുക്കനായിരുന്നു, എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട് വിടേണ്ടി വരുന്നു. ഒരു തൊഴിൽ കണ്ടെത്തുന്നു, അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സംരംഭമാകുന്നു. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ആൽവിനാണ് എന്നോടൊപ്പം ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത്. ആൽവിൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കളുടെ കൂടെ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ ഈഗിളിൽ വന്നതിന് ശേഷമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിരുത്തി പ്രേക്ഷകർക്കായി കഥയൊന്ന് പറയണമെന്ന്. ആൽവിൻ്റെ നാട് എവിടെയാണ്? ചങ്ങനാശ്ശേരിയാണ്, പായിപ്പാട്. പഠിച്ചതൊക്കെ? പഠിച്ചത് പലയിടത്തായിട്ടാണ്, ബട്ട് മേജർലി ചങ്ങനാശ്ശേരിയിലായിരുന്നു. തുടക്കം തിരുവല്ലയിൽ, അത് കഴിഞ്ഞിട്ട് ബഹ്റിനിലായിരുന്നു കുറച്ച് നാൾ പഠിച്ചത്. ബഹ്റിനിൽ? അപ്പോൾ മാതാപിതാക്കൾ അവിടെയായിരുന്നോ? എൻ്റെ പേരൻസ് അവിടെയായിരുന്നു, രണ്ടുപേരും നേഴ്സസ് ആയിരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്തു. ഞാൻ ജനിച്ചത് ബഹ്റിനിലാണ്, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ ഇടയ്ക്ക് തിരുവല്ലയിലെ 1ാം ക്ലാസ് വരെ തിരുവല്ല പഠിച്ച ശേഷം പിന്നെ ബഹ്റിനിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന് ചങ്ങനാശ്ശേരിയിലാണ് സ്കൂളിങ് ചെയ്ത്. കഴിഞ്ഞിട്ട് കോളേജ് SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ. താങ്കളൊരു കെമിസ്ട്രിയോട് കമ്പമുള്ള ഒരാളാണല്ലേ? അതെ. ഓക്കെ. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? പ്രീ ഡിഗ്രിക്കാണ് കെമിസ്ട്രിയോട് ഒരു കമ്പം തോന്നിയത്. അങ്ങനെ തീരുമാനിച്ചു BSc കെമിസ്ട്രി ചെയ്യണമെന്നൊരാഗ്രഹം. പിന്നെ BSc കെമിസ്ട്രിയും കഴിഞ്ഞ് MSc കെമിസ്ട്രിയും അവിടെ തന്നെ SB കോളേജിൽ തന്നെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നോ? പഠിക്കാൻ മിടുക്കൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ചില സബ്ജക്റ്റുകളൊന്ന് കെമിസ്ട്രിയും മാത്സും ഒക്കെ ആയിരുന്നതുകൊണ്ട് അത് എനിക്ക് നല്ല പഠിക്കുമായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഉഴപ്പിയിട്ടുമുണ്ട്. ഗ്രാജുവേഷൻ നല്ല മാർക്കോട് കൂടി പാസ്സായി? ഗ്രാജുവേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. കോളേജ് ടോപ്പറായിരുന്നു അന്ന്. ഓ, വെരി ഗുഡ്. നേരെ MScയിലോട്ട് വന്നപ്പോൾ? MScയിലേക്ക് വന്ന് MScക്ക് പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയറിലായപ്പം കൂടുതൽ മാർക്ക് കിട്ടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഒരു സമയം കൂടുതലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റലിന് ജീവിതത്തിന് ചില നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നമ്മുടെ നമ്മൾ പഠിക്കുന്ന ഹോസ്റ്റലാണല്ലോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഹോസ്റ്റൽ ജീവിതം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആ ഒരു തെറ്റായ ഒരു മാർഗത്തിലേക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഡിസിപ്ലിൻ പോയി. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഉഴപ്പി MSc 8 നിലയിൽ പൊട്ടി. ഏത് ഡിഗ്രിക്ക് ആക്ച്വലി നിങ്ങൾ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു, കോളേജിലെ ടോപ്പറാണ്, അവിടെ നിന്നാണ് പൊട്ടി MSc. ഇത് വീട്ടിൽ പ്രശ്നമായില്ലേ? വീട്ടിൽ എന്ന് വെച്ചാൽ നല്ല സ്ട്രിക്റ്റായിട്ട് വളർത്തുന്ന വീടാണ്. പപ്പയും മമ്മിയാണെങ്കിൽ നമ്മളെ വരച്ചവരെ നിർത്തുന്ന ആളായിരുന്നു. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്താണ് ഞാൻ
MSc സെക്കൻഡ് ഇയർ ഹോസ്റ്റലിൽ പോയി നിന്ന്. അപ്പോൾ ഓബിയസ്ലി ചിന്തിക്കാമല്ലോ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. വീട്ടിൽ എനിക്കൊരു 4-5 മാസത്തേക്ക് ഞാൻ റിസൾട്ട് വന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവസാനം പറയേണ്ട ഒരു സ്ഥിതി വന്നപ്പോഴത്തേക്ക് വീട്ടിലെ എൻ്റെ കാര്യം ഇതായി, വീട്ടുകാരുടെ കാര്യം തീരുമാനമായി. വീട്ടുകാരും പിന്നെ വീട്ടിലൊരു മൂകതയായിരുന്നു ആകെ. എന്നോട് സംസാരിക്കത്തില്ല, ഞാനും അവരോട് സംസാരിക്കാൻ പോകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ എന്ത് ചെയ്തു? പിന്നെ അന്നേരം നമുക്ക് മനസ്സിലായി ഇതും കൊണ്ടൊന്നും ബാക്കി എല്ലാവരും ജയിച്ചു പോയി. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ജയിച്ച് ജോലി കിട്ടുന്നു, ചിലർ അടുത്ത ലെവലിലേക്ക് പഠിക്കുന്നു, ചിലർ റിസർച്ചിന് പോകുന്നു. അപ്പം പപ്പയുടെ ഒരു ആഗ്രഹം എന്നെ പണ്ട് ഡോക്ടറാക്കണമെന്ന്. ബിക്കോസ് 2 പേരും നേഴ്സസ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെയാണ് ഇവർ കണ്ടിരിക്കുന്നത്. അവർ ആ മനസ്സിൽ ആദ്യം വിചാരിച്ചത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് മകൻ ഡോക്ടർ ആകാൻ പോകും, MBBS പഠിക്കാൻ പോകും. അതിനുവേണ്ടി ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തതാണ്. പക്ഷേ ഡോക്ടറാകാനൊരു ഓറിയൻറ്റേഷൻ നമുക്കില്ലായിരുന്നു. എന്നാലും ഇച്ചിരി എഞ്ചിനീയറിംഗ് എങ്കിലും ആവുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് കോഴ്സിനൊക്കെ പോയി എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി. പക്ഷേ മനസ്സിലായി അതും നമുക്ക് പറ്റിയൊരു മേഖലയല്ലെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ആയി അങ്ങനെ പോയി. അപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു ഹോപ്പ് അവിടെ തകർന്നു. പിന്നെ MSc ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇവനെ ഒരു കോളേജ് പ്രൊഫസറാക്കാം. MSc പാസ്സായ ഞങ്ങൾ MScക്ക് പോകുന്നു. അപ്പം നല്ല രീതിയിൽ പഠിപ്പിച്ചോളും. അപ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റസ് ഉള്ളൊരു ജോലി എന്നുള്ള രീതി. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പ്രതീക്ഷയും പ്രൊഫസറോ ടീച്ചറോ എന്നുള്ളൊരു പ്രതീക്ഷയും വീട്ടിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ വീട്ടുകാരുടെ മനോഭാവം എന്തായിരുന്നു? വീട്ടുകാരുടെ മനോഭാവം അതുവരെ ഞാൻ പലപ്പോഴും ഇടയ്ക്ക് പറയുമ്പോൾ എനിക്ക് പുറത്ത് പോകണം, അവിടെ പോയി പഠിക്കണം, അല്ലെങ്കിൽ അവിടെ പോകണം, ജോലി ചെയ്യണം. അതിൽ ഇന്നും പോകണ്ട, നീ നാട്ടിൽ ഏതെങ്കിലും കോളേജിൽ പഠിപ്പിച്ചാൽ മതി, അതാ നിനക്ക് പറ്റിയ ജോലി എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ എന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്യണം. അപ്പം ഈ റിസൾട്ട് വന്നു ഇത് അറിഞ്ഞ സമയത്ത് പറയാം, നീ എവിടെയെങ്കിലും ഒന്ന് പോയി തരാമോ എന്നൊരു സ്ഥിതിയായി. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പം ഇതൊരു അവസരമായി. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ പോകാനുള്ളൊരു സമ്മതം കിട്ടി. പിന്നെ അവസാനത്തെ ഒരു ഇതിൽ എക്സാമൊക്കെ റീടെസ്റ്റ് അടുത്ത വർഷം എഴുതി ജസ്റ്റ് ക്ലിയറായി. റിസൾട്ട് മൂലം വെയിറ്റ് ചെയ്തില്ല. അടുത്ത ആഴ്ച തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ബോംബെയിലുണ്ടായിരുന്നു. അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ കൂടെ ബോംബെക്ക് പോയി. അവിടെ പോയി ജോലി അന്വേഷിക്കാം എന്നുള്ള വേണ്ടിയുള്ളത്. അവിടെ പോയി ജോലി കിട്ടിയോ? അവിടെ പോയി ഒരു 2 ആഴ്ചക്കുള്ളിൽ അത്യാവശ്യം ചെറിയൊരു ജോലി കിട്ടി. ഒരു കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേലും എന്നാലും ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ ജോലി വേണമല്ലോ, അങ്ങനെ ഒരു ജോലി കിട്ടി. എന്ത് ശമ്പളം ഉണ്ടായിരുന്നു? 1500 രൂപ ശമ്പളം. ഓക്കെ, അന്നത്തെ കാലത്ത് ഒരു ചെറിയ തുക തന്നെയാണത്. അതെ, ഇത് 2000-ലാണ്. 1500 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഒരു മാസം ഷെയർ ഇട്ട് ജീവിക്കുന്നതായതുകൊണ്ട് എല്ലാവരും 5 പേരുണ്ടായിരുന്നു റൂമിൽ. ഷെയർ ഇട്ട് ഒരാളിങ്ങനെ വന്നാൽ 2000-2500 രൂപയ്ക്ക് അടുത്ത് ഒരു മാസം ചിലവാകുമായിരുന്നു. അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. വീട്ടിൽ കുറച്ച് പൈസ കിട്ടിയോ? പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാർമ കമ്പനിയിൽ ജോലി കിട്ടി. എന്നാലും ശമ്പളം അധികമൊന്നുമില്ല. 2500 രൂപ ഓവറോൾ ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് 2200 രൂപ 2250 രൂപയ്ക്ക് അടുത്ത്. അത്രേ ഉള്ളൂ. വലിയ കൂടി എന്ന് പറയാനുമില്ല. അപ്പോൾ അതെ, പക്ഷേ ഒരു പറയാനുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ആ പണം കൊണ്ട് ഷെയർ ഇടാനുള്ളൊരു പൈസ കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് എന്ത് മേഖലയിലാണ്? ഇത് ഫാർമസ്യൂട്ടിക്കലിൽ QC-ലായിരുന്നു. അപ്പോൾ താങ്കൾ പഠിച്ചതുമായിട്ട് വന്നു. പഠിച്ചതായിട്ട് നല്ല കണക്ഷനുള്ള. അതായത് ഞാൻ അനാലിറ്റിക് കെമിസ്ട്രി ആയിരുന്നു MScക്ക് പഠിച്ചത്. അതേ സെയിം അനാലിസിസ് QC-യിൽ നമ്മൾ ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ടെസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു മേഖലയായിരുന്നു. അവിടെ എത്ര നാളുണ്ടായിരുന്നു? അവിടെയും 2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ 2500 ഒന്നിനും തികയുന്നില്ല. അടുത്ത വർഷമാണ്. ജോലിക്ക് അടുത്ത് നോക്കണമെങ്കിൽ അതിനും പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വേണം പോയി ജോലിക്ക് അന്വേഷിക്കാൻ, അത് പഠിക്കണം, ജോലിക്ക് അടുത്ത ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അതിന് പഠിക്കണം. അപ്പം അങ്ങനെ മനസ്സിലായി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. അങ്ങനെ ഒരു 3 മന്ത്സിനുള്ളിൽ അവിടുന്ന് ജോലി വിട്ടു. ജോലി നോക്കാൻ വേണ്ടി ജോലി വിട്ടു. ഓക്കെ, അങ്ങനെ അടുത്തത് എവിടെയാണ്? പിന്നെ ജോലികൾ ഇങ്ങനെ പല ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നുണ്ട്, പലയിടത്തും പോകുന്നുണ്ട്. ബട്ട് ഒരു മെയിനായിട്ടൊരു ബ്രേക്ക് കിട്ടിയത് അന്ന് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഒരു വാക്ക്-ഇൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് പോയി. അപ്പം നമ്മളെ വിളിച്ച് പോയി ആദ്യം ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബിക്കോസ് എന്നോട് ചോദിച്ച പല ക്വസ്റ്റ്യൻസിനും അവരുദ്ദേശിക്കാത്ത രീതിയിലുള്ള ചില ആൻസേഴ്സ് കൊടുത്ത് അവരെ തന്നെ കുഴക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിജയിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കോളൊന്നും വരുന്നില്ല. ബട്ട് ഫൈനലി ഒരു 3 മാസം 4 മാസത്തിന് ശേഷമാണ് ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു കോൾ വന്നു. അന്നേരം പിന്നെ അത് പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക്. എന്ത് പോസ്റ്റിലേക്കായിരുന്നു?
അത് ജൂനിയർ കെമിസ്റ്റ് ആയിട്ടായിരുന്നു R&Dയിലെ. ഇത് പെയിന്റ് ഇൻഡസ്ട്രിയാണ്. പെയിൻറ് ഇൻഡസ്ട്രി. എന്ത് ഇത് ഏഷ്യൻ പെയിൻറ്റ്സും PPG എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സിന് വേണ്ടി പെയിൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ലൈക്ക് ഹോണ്ട കാർസ്, ഹോണ്ട സ്കൂട്ടേഴ്സ്, ഇവർ ഹീറോ ഹോണ്ട, ഇങ്ങനെയുള്ള എല്ലാ കാർ കമ്പനികൾക്കും വേണ്ടിയുള്ള ഒരു നല്ല മേഖല തന്നെ, നല്ലൊരു മേഖല. അവിടെയാണ് ആൽബർട്ട് ഒന്ന് ചോദിച്ചോട്ടെ. കാരണം നമ്മൾ ഒരുമിച്ച് പല യാത്രകളായി, ഏറ്റവും അവസാനം നമ്മൾ ഒരുമിച്ച് പോയ ചൈനയിലാണ്. അവിടെ വെച്ച് നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ താങ്കൾ കളർ ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, പെയിന്റ് കമ്പനിയിലല്ല താങ്കൾക്ക് ജോലി കിട്ടിയത്, അതെങ്ങനെ കിട്ടി? ആക്ച്വലി കളർ ബ്ലൈൻഡ് ആണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിൽ ഏത് പെയിൻറ്റ് കമ്പനി ജോയിൻ ചെയ്യണമെങ്കിലും, എസ്പെഷ്യലി ഒരു ടെക്നിക്കൽ ലൈന് ജോയിൻ ചെയ്യണമെങ്കിൽ അവർ കളർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മെഡിക്കലിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ടെസ്റ്റും പാസ്സായി. കളർ കാണിക്കാനുള്ളൊരു ആ ഒരു സർക്കിളിനകത്ത് പല കളേഴ്സ് ഇട്ടിട്ട് അതിനകത്തൊരു നമ്പറുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് മനസ്സിലായത് ഇത് പ്രശ്നമാണെന്ന്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് എനിക്ക് ഒന്നിട്ട് ശരിയാകുന്നില്ല. അപ്പം നേഴ്സ് പറഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പുറത്തിറങ്ങിയപ്പം അടുത്ത ടെസ്റ്റ് ചെയ്തവർ അവർ വന്നിട്ട് ഓരോ നമ്പറും എന്താണെന്ന് പറയുന്നത് കേട്ടു. ഞാൻ അത് ഓർമ്മയെ വെച്ച് ആ സീക്വൻസ് അനുസരിച്ച് ആ നമ്പർ കാണാപ്പാടം പിടിച്ച് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ക്ലിയറായി, രക്ഷപ്പെട്ടു. അവരറിഞ്ഞില്ല. അങ്ങനെ അതിനകത്ത് കയറി രക്ഷപ്പെട്ടു. ആ ജോലി എങ്ങനെ പോയി? ആ ജോലി ഇൻട്രസ്റ്റിംഗ്ലി അവിടുത്തെ മെയിൻ പണി എനിക്ക് കിട്ടിയത് കളർ ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഒരു ഭാഗമുണ്ട്, കളർ ഡെവലപ്മെൻറ്റ് ആയിരുന്നു മെയിൻ. ആൻഡ് ഐ വാസ് കൺസിഡേർഡ് ഓഫ് കളർ എക്സ്പെർട്ട് ദർ. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾ. കളർ ബ്ലൈൻഡ്നെസ്സിന് പല വലിയ സ്റ്റേജ് ഒന്നും അല്ല, ചെറിയ കാര്യമാണ്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അന്നേരം മനസ്സിലായത് നമുക്കെന്ത് വീക്ക്നെസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് എ വേ ടു അതിനെ ഒന്ന് വഴിതിരിച്ചു അതിന് വേറൊരു മാർഗം നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഇപ്പം കളർ കമ്പ്യൂട്ടേഴ്സ് പലതുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും ഉള്ളൊരു ഇത് നമുക്ക് മനസ്സിലായി. ആ ജോലി നന്നായി പോയോ? ആ ജോലി നല്ല രീതിയിൽ പോയിരുന്നു. എത്ര വർഷം അവിടെ? ഒരു 4 വർഷം. ഏഷ്യൻ പെയിൻറ്റ്സ് പോലൊരു കമ്പനിയിൽ 4 വർഷം എന്ന് പറയുന്നത് ഒരു നല്ല അതും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ. അപ്പോൾ 4 വർഷം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് വേറെ മാറാൻ തീരുമാനിച്ചോ? അതെ, അത് കഴിഞ്ഞപ്പം അടുത്തൊരു ലെവലിലേക്ക് പോകണം എന്നൊരു. ആ സമയത്ത് കല്യാണം ഒക്കെ ആയോ? അതെ, ആ സമയത്ത് 2004 കല്യാണം നടന്നത്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കല്യാണത്തിന് നല്ലൊരു ഇത് വന്നു. ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരു ഡിമാൻഡ്, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഡിമാൻഡ് പോലെ. ഓക്കെ, നമുക്കൊരു പറയാനൊരു ബ്രാൻഡുള്ളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ബ്രാൻഡ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് എനിക്ക് അടുത്തൊരു ഇൻ്റർവ്യൂവിന് കോൾ വന്നത് ആക്സോനോബൽ എന്നായിരുന്നു. ആക്സോനോബൽ കമ്പനി. അത് ഒരു ഡച്ച് ബേസ്ഡ് കമ്പനിയാണ്. ഡച്ച് ബേസ്ഡ് ആണ്. അതെ. അപ്പം അവരുടെ UK R&D ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിദേശത്ത് പോകാൻ. അതെ, വെരി ഗുഡ്. അപ്പോൾ അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ജോബായിട്ട് തോന്നി. സിൻസ് ഐ ഹാഡ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ R&D. ഓക്കെ, അതിന് പോയി അപ്ലൈ ചെയ്തു നല്ല രീതിയിൽ. ദെൻ ഐ ഗോട്ട് എ കോൾ. അതൊരു കോൾ വന്നു, ഇത് അടുത്ത റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ UK വേണ്ടി സെലക്ട് ആയെന്ന് പറഞ്ഞു. അവിടെ ചെല്ലണം. ഓക്കെ. അപ്പോൾ അന്ന് പാസ്പോർട്ടില്ല. അപ്പം തൽക്കാലം പാസ്പോർട്ട് എടുക്കാം. അപ്പോൾ അവർ ലെറ്റർ തന്നു, യു ആർ സെലക്ടഡ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. അപ്പോൾ അത് വെച്ച് തൽക്കാലം പാസ്പോർട്ട് എടുത്തു. എന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് കോളൊന്നും വരുന്നില്ല. അപ്പം ഓരോ ആഴ്ചയും ഞാൻ അവരുടെ HR മാനേജറെ വിളിക്കും, എന്തുവായി നമ്മുടെ UK കാര്യം, ഒന്നും വരുന്നില്ല. വരും ടൈം എടുക്കും, വരട്ടെ. ബട്ട് അത് കഴിഞ്ഞപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഓൾറെഡി ഫില്ലായി. ഈ സമയത്ത് മുംബൈയിലാണ് വെയിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഏഷ്യൻ പെയിൻറ്റ്സിലാണ്. പക്ഷേ അപ്പോഴത്തേക്ക് നമുക്കിത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളവിടെ വിടാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പം ഫൈനലി അവർ പറഞ്ഞു ആ വേക്കൻസി ഫില്ലായി. അവർ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ഫില്ലായതുകൊണ്ട് താങ്കളെ ഇനി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വന്ന് ഇന്ത്യൻ ഓപ്പറേഷൻസിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ഓപ്പറേഷൻസ് ജോയിൻ ചെയ്യാൻ അടുത്ത റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ R&Dയിലേക്ക് തന്നെ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ R&Dയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ടെക്നിക്കൽ സർവീസിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് വിടണം, അടുത്ത ജോലിയിലേക്ക് മാറണം എന്നുള്ളൊരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. ടെക്നിക്കൽ സർവീസ് കസ്റ്റമർ ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാൻ ആ ഒരു വർക്കും ചെയ്തിരുന്നതുകൊണ്ട് താല്പര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ടെക്നിക്കൽ സർവീസിൽ ജോയിൻ ചെയ്തു. ചെന്നൈയിലായിരുന്നു പോസ്റ്റിംഗ്. ചെന്നൈയിലാണ്. അപ്പോൾ
ഫാമിലി അന്ന് എൻ്റെ കൂടെ ബോംബെയിലുണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടെ ചെന്നൈക്ക് മാറി. അപ്പം ചെന്നൈയിൽ പിന്നെ വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഈ കമ്പനിയുടെ ബ്രാൻഡ് ഡ്യുലക്സ് ഒക്കെ ഇവരുടെ ബ്രാൻഡാണ്. ഡ്യുലക്സ് അത് പിന്നെയാണ് അവരെടുത്തത്. ഓക്കെ. ആക്സോണോബിൾ എനിക്ക് കിട്ടിയ ഒരു റോള് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയാണ്, അതായത് ആൻറ്റി കൊറോസീവ് കോട്ടിംഗ്. അതിൽ സർവീസാണ്, അതിലെ സർവീസ്. എന്നിട്ട് അതെങ്ങനെ പോയി? ടെക്നിക്കൽ സർവീസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, നമ്മളാണ് കസ്റ്റമറെ പോയി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു പ്രോഡക്റ്റ് സെലക്ഷനൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ വന്ന് കുറച്ച് 6 മാസത്തിനുള്ളിൽ മനസ്സിലായി അതല്ല റോള്. നമ്മുടെ റോളെന്ന് പറഞ്ഞാൽ സെയിൽസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ ശേഷം ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ടെക്നിക്കൽ നോളജ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഇച്ചിരി കുറവായിരുന്നു അവിടെ. നമ്മൾ സൈഡ് റോളാണ്. അപ്പം എനിക്ക് ടെക്നിക്കൽ ആംഗിൾ കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്, R&D എന്ന് വന്ന ഒരാളായതുകൊണ്ടും ഈ ഒരു റോളിനോട് വലിയൊരു താല്പര്യം അന്നേരം ഒന്ന് കുറഞ്ഞു. പുതിയതായി പഠിക്കാനൊന്നുമില്ല. മാത്രമല്ല സെയിൽസിലുള്ളവർക്ക് ടെക്നിക്കൽ സർവീസിലുള്ളവരെക്കാട്ടും നല്ല ടെക്നിക്കൽ നോളജ് ഉള്ളതായിട്ട് തോന്നി. ബിക്കോസ് പല കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പം പല പ്രോഡക്ട്സ് മനസ്സിലാക്കുന്നു. അപ്പം നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ലെവലിന് ഈ റോൾ അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനെ തിരിച്ച് ഏഷ്യൻ പെയിൻറ്റ്സിൽ പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു. അപ്പോൾ ആ സമയത്താണ് ബോസിനോട് ചോദിക്കുന്നു, എനിക്ക് സെയിൽസിലേക്ക് തരാമോ? അപ്പം സെയിൽസ് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളതാണെന്ന് തോന്നി. പക്ഷേ അതുവരെ എനിക്ക് സെയിൽസിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ടെക്നിക്കൽ ആംഗിൾ ഉള്ളതുകൊണ്ട് സെയിൽസിലേക്ക് ചോദിച്ചു. എൻ്റെ ഒരു ഭാഗ്യത്തിന് അവർ അത് അംഗീകരിച്ചു. ഓക്കെ. അങ്ങനെ സെയിൽസിലേക്ക് മാറി. സെയിൽസിൽ അറിവില്ല എന്ന് പറയുമ്പോൾ അതിലൊരു അഗ്രസീവ്നെസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അല്ലേ? അതൊക്കെ ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു കോൺഫിഡൻസ് പോയിട്ട് അതില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് വേറെ വഴിയില്ല അതിലോട്ട് ചാടാതെ. നമുക്കൊരു വീക്ക്നെസ് എന്താണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എൻ്റെ വീക്ക്നെസ് എനിക്കറിയാവുന്ന, ഞാൻ ഷൈ ആണ്, സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മോശമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സെയിൽസിലേക്ക്. അത് എന്തുകൊണ്ട് എൻ്റെ ബോസ് അത് അംഗീകരിച്ചു എന്നുള്ളത് മാത്രം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ. എന്നിട്ട് അത് ആ മേഖലയിലോട്ട് കയറിയിട്ട് എന്ത് സംഭവിച്ചു? ആ മേഖലയിൽ കയറി അപ്പോഴും നമ്മുടെ ഓറിയൻറ്റേഷൻ ഫുൾ ടെക്നിക്കൽ ആംഗിളായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും കസ്റ്റമറുടെയൊക്കെ അടുത്ത് പോകുമ്പോഴും സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും അവരുടെ പ്രോബ്ലംസും അവർക്കുള്ളത് സോൾവ് ചെയ്യുക എന്നുള്ളത്, ബിക്കോസ് ടെക്നിക്കൽ ആംഗിളാണല്ലോ. ബട്ട് അന്നേരം നമ്മുടെ പുതിയ ബോസ് വന്നു. അദ്ദേഹം ഒരു ടാസ്ക് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യമേ ഉള്ളൂ, വാട്ട് എവർ യു ഡു, നമ്പേഴ്സ് ബ്രിങ് റിസൾട്ട്. ഒരു എല്ലാ സെയിൽസിലുള്ളവർക്കും ഒരു ടാർഗറ്റ് ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇയർ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. സെയിൽസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ, റിസൾട്ട്. അപ്പോൾ പ്രഷർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. പ്രഷർ പതുക്കെ ബിൽഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് ഇയർ എൻഡിലാണ് ഈ പ്രഷർ ബിൽഡ് ചെയ്യുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻസ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വേ ഓഫ് വർക്കിംഗ് ഓബിയസ്ലി എൻ്റെ ബോസിന് മനസ്സിലായി. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ പോയാൽ യു വിൽ നോട്ട് ബി എ സെയിൽസ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഇയർ എൻഡ് റിസൾട്ട് വന്നപ്പം ഐ വാസ് ഷോർട്ട് ഓഫ് ടാർഗറ്റ്. ഒരു 10% കുറവിലായിരുന്നു ഇയർ എൻഡ് ചെയ്ത്. അപ്പം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കിട്ടി. ബട്ട് അന്നേരവും നമുക്കൊരു അഗ്രസീവ്നെസ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും ക്യൂരിയോസിറ്റി, അഗ്രസീവ്നെസ് ഉള്ളതായിരുന്നു. എന്നോട് പറഞ്ഞ ആ ഒരു സമയത്ത്, ഈ ജോലിക്ക് പറ്റിയ ആളല്ല താൻ ഈ പണി വിട്ടിട്ട് പോയിക്കോ, വേറെ എന്തെങ്കിലും നോക്കിക്കോ, അല്ലെങ്കിൽ തിരിച്ച് ടെക്നിക്കലിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കഴിവില്ലെങ്കിലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ, ഉള്ളിലത് അംഗീകരിക്കുമെങ്കിലും പുറത്തത് കാണിക്കാറ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനായിട്ട് വിട്ടിട്ട് പോകത്തില്ല, വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കോ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ പിന്നെ സെയിൽസിലേക്ക് ആക്ച്വലി ഈ ടെക്നിക്കൽ ആംഗിളിൽ നിന്നൊരു സെയിൽസ് ഒരു ആ കമ്പനിയിൽ ആക്സോണോബിളിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് പല പ്രോഡക്ട്സും ടെക്നിക്കൽ ആംഗിളാണ്. അങ്ങനെ പതുക്കെ പിന്നെ സെയിൽസിൻ്റെ പല ട്രെയിനിങ്സ് ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സോണോബിൾ നല്ലൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം അത് വെച്ച് പതുക്കെ ബിൽഡപ്പ് ചെയ്യാനൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ സെക്കൻഡ് ഇയറിൽ ബജറ്റ് എത്തി. അങ്ങനെ പതുക്കെ സെയിൽസിൽ എക്സ്പേർട്ടായി. ആക്ച്വലി ഒരു തേർഡ് ഇയർ ഐ എക്സീഡഡ് ദ ബജറ്റ്. ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്ക് കമ്പനിയിലെ ടോപ്പ് പെർഫോമറായി. അവിടെയൊക്കെയാണ് ഒരു സംരംഭക മോഹം ആൽവിൻ്റെ മനസ്സിലുണരുന്നത്. സംരംഭക മോഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ബട്ട് അതെല്ലാം നമുക്കതിനുള്ള ഓപ്ഷൻ ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ. പക്ഷേ അവസാനം ആയപ്പോഴത്തേക്ക് സെയിൽസിൽ വന്നപ്പോഴാണ്, അതുവരെ നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത്, നമ്മൾ R&Dയിലുള്ളപ്പോഴും ടെക്നിക്കൽ സർവീസ് ഉള്ളപ്പോഴും എല്ലാം പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു നമ്മുടെ ചിന്ത മുഴുവൻ. അപ്പം പ്രോഡക്റ്റിന് നല്ലതാണെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയെങ്കിൽ സെയിൽസുകാർക്ക് കൊണ്ട് വിറ്റാൽ പോരെ എന്നൊരു ആംഗിളായിരുന്നു. സെയിൽസിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്
എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നല്ല രീതിയിൽ സെല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ഒരു കാര്യമില്ല. അപ്പോൾ സെയിൽസിനുള്ള ഇമ്പോർട്ടൻസ് ഒരു കമ്പനിയിൽ എന്തുണ്ടെന്നുള്ളത് അവിടെ വെച്ച് മനസ്സിലായത്. അപ്പം ആ ഒരു മേഖലയിൽ ഒരു എക്സ്പെർട്ട് അല്ലേലും ഓക്കെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ചെന്നൈയിലാണ് അങ്ങനെ രാജിവെച്ചു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ എല്ലാം വന്നപ്പോഴത്തേക്ക് വന്ന ഒരു കറക്റ്റ് ടൈം ആണ് ഇപ്പം എന്നുള്ളത് തോന്നി അങ്ങ് ജോലി രാജിവെച്ചു. ഒറ്റയ്ക്കായിരുന്നോ തുടക്കം? അല്ല, നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോടെ ഉണ്ടോണ്ടാണ് ജോലി രാജിവെക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഗ്രാവിറ്റി കോട്ടിംഗ് സൊല്യൂഷൻസ് എന്നുള്ള പേരിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ഏജൻസി ആണോ, എന്താണ്? ഞങ്ങൾ അന്നേരം ഒരു ജോട്ടൺ പെയിൻസിൻ്റെ ഒരു ഡീലർഷിപ്പാണ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്. വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണ്. അതെ, നോർവേ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവർ 2008 ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവർ ഡീലേഴ്സൊന്നും അധികം ഇല്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 2010 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പൈസ ഇല്ല കയ്യിൽ. അപ്പം ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുമായിട്ട് 30 days ക്രെഡിറ്റ് അഗ്രി ചെയ്യുക, സപ്ലയറുമായിട്ട് 60 days ക്രെഡിറ്റ് അഗ്രി ചെയ്യുക. അപ്പം 30 days പേയ്മെൻറ്റ് വരും, 60 days പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ സിമ്പിൾ കാൽക്കുലേഷൻ. പിന്നെ സെയിൽസിലുണ്ടായിരുന്നോട് കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഇറങ്ങിയത്. അപ്പോൾ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്താണ് ഇറങ്ങിയത്. അപ്പോൾ എത്ര ലിറ്റർ വിൽക്കാം ഇങ്ങനെ? അതെ, ഞാൻ ഇത്ര എമൗണ്ട് ലിറ്റർ വിറ്റുകൊണ്ടിരുന്ന ആളാണ്. അപ്പം നമുക്കൊരു ബ്രേക്ക് ഈവൻ ആണെങ്കിൽ ഇത്രയും ലിറ്റർ പെയിൻറ്റ് വിറ്റാൽ മതി. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല, ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്കിത് അച്ചീവ് ചെയ്യാമെന്നുള്ളത്. ആ പറഞ്ഞ കണക്കിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് നമുക്ക് വിൽക്കാൻ പറ്റി. പക്ഷേ ഈ കണക്കെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് പിന്നെ മനസ്സിലായത്. നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരുന്നല്ലോ. ആക്ച്വലി ആ കാൽക്കുലേഷൻ തെറ്റായിരുന്നതുകൊണ്ട് അന്നത് മനസ്സിലാകാഞ്ഞുകൊണ്ട് ആണ് ഇത് ഇറങ്ങിയത്. ആ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇറങ്ങത്തില്ലായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? ഈ ക്യാഷ് സൈക്കിള് നമ്മൾ ഞാൻ പറഞ്ഞത് 30 days നമ്മൾ കസ്റ്റമറിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം 16 പോയിട്ട് 90 പോയിട്ട് 100 കിട്ടത്തില്ല എന്ന് മനസ്സിലായി. വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. ബട്ട് ജോട്ടണിൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് പൂട്ടേണ്ടി വന്നില്ല. അവർ 140-150 ദിവസം കഴിഞ്ഞിട്ട് അവർ കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു സപ്പോർട്ട്. അന്നേരം അവർ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ അത് ബിൽഡ് ചെയ്ത്. ബട്ട് അതൊന്ന് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആകാൻ വേണ്ടി കുറേ വർഷങ്ങൾ വേണ്ടി. അത് ബിക്കോസ് ബിസിനസ് ഗ്രോ ആകുന്നതനുസരിച്ച് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കണം. ഈ ഒരു ഫണ്ടിങ് നമുക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആദ്യത്തെ 2 വർഷം ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ 2 പേരുടെയും ക്യാപിറ്റലില്ല. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്നത്, ഓർഡർ എടുക്കുന്നു? അതെ. പിന്നെ ജോലി വിട്ട സമയത്ത് കിട്ടിയ ഗ്രാറ്റുവിറ്റി ഉണ്ടായിരുന്നു. ആ എമൗണ്ട് ഫുൾ എടുത്ത് ബിസിനസ്സിലിട്ടു. ഒരു 6-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് PF ഇത് കിട്ടി. PF അതും എടുത്ത് തന്നെ ഇട്ടു. അങ്ങനെയാണ് ഇതൊന്ന് ഒരു ഇതിൽ. പിന്നെ ജോട്ടിൻ്റെ സപ്പോർട്ടും ആ ക്യാഷ് സൈക്കിൾ ഒന്ന് മാനേജ് ചെയ്യാം. പക്ഷെ ഒരു 5 years എടുത്ത് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആകാൻ വേണ്ടി. അപ്പോൾ അവിടെയും ചില മാറ്റങ്ങളുണ്ടായി ബിസിനസ്സിൽ? അതെ, അതിനിടയ്ക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ചലഞ്ച് ഇല്ലാതെ പോയത് ആക്ച്വലി ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സെയിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് ഞങ്ങൾ ആ സമയത്ത് നമ്മുടെ തോന്നലെന്ന് വെച്ചാൽ പലയിടത്ത് കൊണ്ട് കൈയിടണമെന്നുള്ള പല പരിപാടി തുടങ്ങണം, എക്സ്പാൻഷൻ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാത്തിൻ്റെയും പുറകെ പോയി ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി ഒരു ഓഫീസ് ഇട്ടു. അപ്പം ചെന്നൈയിൽ ഒരുമാതിരി സെയിൽസ് പിക്കപ്പായി വരുന്നു. ബാംഗ്ലൂരിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്നിത് വിട്ടാൽ അത് വേറെ ആർക്കെങ്കിലും പോകുമെന്ന് വെച്ച് ബാംഗ്ലൂരിലും പോയി സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ചെന്നൈയിലുണ്ടാക്കുന്ന പൈസ മുഴുവൻ ബാംഗ്ലൂരിൽ കൊണ്ട് കളഞ്ഞു എന്ന് പറയാം. ബിക്കോസ് അവിടെ സെയിൽസ് കോസ്റ്റ് ഉണ്ട്, എംപ്ലോയി ഉണ്ട്, ഓഫീസുണ്ട്, ഇതിനുള്ള എല്ലാ ചിലവുകളും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബിസിനസ് അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം അവിടെ ക്യാഷ് ഫ്ലോ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനിടയ്ക്ക് പാർട്ട്ണർഷിപ്പിൽ ഈ കമ്പനി എങ്ങനെ റണ്ണ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ചില ഡിഫറൻസ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ നല്ല രീതിയിൽ ഇരിക്കുമ്പം ഒരു ഫൈനലി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും രണ്ടുപേരും ഒരു അമിക്കബിളി ഞങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായി. അദ്ദേഹം ബാംഗ്ലൂരിലെ ഓഫീസ് ഏറ്റെടുത്തു, ഞാൻ ചെന്നൈയിൽ കണ്ടിന്യൂ ചെയ്തു. ബാക്ക് ടു സ്ക്വയർ വൺ. ആക്ച്വലി 2 വർഷം മുന്നോട്ട് പോയി 3 വർഷം പുറകോട്ട് വന്നു എന്നുള്ളൊരവസ്ഥയായി. അന്ന് ഒറ്റയ്ക്കായിപ്പോയി. ബിക്കോസ് ഒരാളുടെ സപ്പോർട്ടിലായിരുന്നു അന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അന്നേരം ഫാമിലി നല്ല രീതിയിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു ആംഗിളിൽ മുന്നോട്ട് പോകാനൊരു ആത്മധൈര്യം കിട്ടി. വൈഫ് കൂടെ നിന്നു. സപ്ലൈ പലതും കാര്യങ്ങളും വൈഫാണ്. ഞാൻ പകല് വെളിയിലൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും
അപ്പോൾ അന്ന് പകൽ സപ്ലൈ ചെയ്യണമെങ്കിൽ വൈഫായിരുന്നു അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഓഫീസ് ഉണ്ട് ചെന്നൈയിൽ. ഓഫീസില്ല, ആ. വീടായിരുന്നു ഓഫീസ്. ഓ. വെച്ചാൽ അടുത്തുള്ളൊരു കട ഗോഡൗണായിട്ട് എടുത്തിരുന്നു. അപ്പോൾ അവിടെ പോയി സാധനം എടുത്തു കൊടുക്കുന്നത്. എംപ്ലോയി ആരെങ്കിലും ഉണ്ടോ? അന്നില്ല. പിന്നെ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആദ്യത്തെ എംപ്ലോയി എടുക്കുന്നത്. അന്നേരമാണ് ഒരു ലെവലിലേക്ക് വന്ന് ഒരു എംപ്ലോയിയെ സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരു. ഫണ്ട് സെയിൽസിന് പോയ പോലെ വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അത് തന്നെ സെയിം. അതിൻ്റെ കൂടെ സെയിൽസിനുള്ള അന്ന് സെയിൽസിൻ്റെ കാര്യം, ഓർഡർ എടുക്കുക, സപ്ലൈ പോയോ ഇല്ലയോ എന്ന് നോക്കുക, ഇത്രയേ ഉള്ളായിരുന്നു പണി. അല്ലെങ്കിൽ കസ്റ്റമറുടെ ആംഗിൾ. ഇപ്പോൾ അതല്ല, ബാക്ക് എൻഡ് വർക്ക് കൂടെ നോക്കുക, ടാക്സേഷൻ, ഏറ്റവും ഒന്നും അറിയാൻ മേലാത്ത കാര്യങ്ങളായിരുന്നു ടാക്സേഷൻ, അക്കൗണ്ടിങ്. ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും അറിയത്തില്ല. അന്ന് അങ്ങനെ എങ്ങനെയോ 4 കൊല്ലം കൊണ്ടാണെന്ന് ക്യാഷ് ഫ്ലോ പ്രോപ്പർ ആയത്. ഒരു 5 കൊല്ലം എങ്കിലും എടുത്തു ക്യാഷ് ഫ്ലോ. പിന്നീട് വളർന്നു തുടങ്ങി. പിന്നീട് ആക്ച്വലി നമ്മുടെ വരുന്ന ഓരോ ചലഞ്ചസ്, സിറ്റുവേഷൻസ്, അതാണ് നമ്മളെ ഇച്ചിരി സ്ട്രോങ് ആക്കുന്നുള്ളത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ചലഞ്ച് ഇല്ലെങ്കിൽ ചിലപ്പം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കും. ചലഞ്ച് വരുമ്പോഴാണ് അതിനെ ഓവർകം ചെയ്യണമെന്നുള്ളത്. തീർച്ചയായും പറഞ്ഞ പോലെ മുമ്പ് പറ്റുകയില്ല എന്ന് പറയുമ്പോഴാണ് അത് എന്തുകൊണ്ട് പറ്റുകയില്ല, അന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ചിന്തിക്കും. അപ്പം അങ്ങനെ പല ചലഞ്ചസും നമ്മുടെ മുമ്പിൽ വന്നു തുടങ്ങി. അപ്പോൾ ഓരോ ചലഞ്ച് വരുന്നതനുസരിച്ചാണ് നമ്മളതിനെ ഓവർകം ചെയ്ത് ഇച്ചിരി ബെറ്റർ ആകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ കിട്ടി. അതങ്ങനെ വളർന്നു. ഇന്ന് ജോട്ടൻ്റെ ഈ ഡീലർഷിപ്പ്, അതെ, കഴിഞ്ഞൊരു എത്ര എംപ്ലോയീസ് ആയിപ്പോൾ? ഇപ്പം നമുക്കൊരു 18 എംപ്ലോയീസ് ഉണ്ട് തമിഴ്നാട്ടിൽ തന്നെ. നമുക്ക് എന്ത് വിറ്റുവരവ് തമിഴ്നാട്ടിലുണ്ട്? തമിഴ്നാട്ടിൽ ലാസ്റ്റ് ഇയർ നമ്മളൊരു 21 crores ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോവിഡ് കാലത്തൊക്കെ താങ്കൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു? കോവിഡിൻ്റെ സമയത്ത് ബിസിനസ് ഒന്നുമില്ലാത്തൊരു സമയം വന്നു. പക്ഷേ അന്നേരവും നമ്മൾ ചെയ്ത് ഒരു എംപ്ലോയീസിനെയും പറഞ്ഞു വിട്ടില്ല, ഒരു എംപ്ലോയിയുടെയും സാലറി കുറച്ചില്ല. എല്ലാവർക്കും അതേ സാലറി തന്നെ കൊടുത്തു. ആക്ച്വലി നെക്സ്റ്റ് മന്ത് മുതൽ ഞങ്ങൾ ഇൻക്രിമെൻറ്റും കൊടുത്തു. ഓക്കെ. ആ സമയത്ത് ബിക്കോസ് വി വർ എ ബിറ്റ് സ്റ്റേബിൾ, നമ്മൾ എംപ്ലോയീസിനെ ആരും വിടണ്ടെന്നുള്ള ഞങ്ങൾ. ബട്ട് എന്നാലും ബിസിനസ് കുറവായിരുന്നുകൊണ്ട് നമ്മുടെ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമില്ലാത്തൊരു സ്റ്റേജ് വന്നു. ബിക്കോസ് കുറേ സിസ്റ്റംസൊക്കെ നമ്മൾ റെഡിയാക്കിയത്. അപ്പം അന്നേരം നാട്ടിൽ വന്ന് നിൽക്കാം എന്നുള്ളത്, ഏതായാലും ക്ലാസ്സൊന്നുമില്ല, പിള്ളേരും ഫ്രീ ആണ്. അങ്ങനെ നാട്ടിൽ നിന്നപ്പോഴാണ് നാട്ടിലെ കാലാവസ്ഥ, നല്ല തണുപ്പ്, മഴ, വീട്ടുകാരുമായിട്ടുള്ളൊരു ഇത് എല്ലാം കൂടെ നോക്കിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നാട്ടിൽ ഇനിയും പതുക്കെ കൂടുമാറിയാലോ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ അന്നേരം എന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങി ഇങ്ങോട്ട് മാറ്റാമെന്നുള്ള ഇതിലാണ് ഡെക്കറേറ്റീവ് പെയിൻസിൻ്റെ ഒരു ഡീലർഷിപ്പ് ബിൽഡിങ്ങിന് അടിക്കുന്നത്. ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ജൂട്ടൺ ആയതുകൊണ്ട് ജൂട്ടൻ്റെ ഇതിൽ ചോദിച്ചു. തിരുവല്ലയിലൊരു ഡീലർഷിപ്പ് നാട്ടിലുണ്ട്. നാട്ടിലാണ്. അത് എന്ത് പേരിലാണ്? ആൽവിൻ പെയിൻറ്റ്സ് ആൻഡ് ഫിനിഷേഴ്സ് ആണ്. അത് നാട്ടിലുണ്ട്. നമുക്ക് അവിടെ നമ്മുടെ പഴയ ബിസിനസ് ഉണ്ട്. അത് നാട്ടിലേത് 2020. ഇവിടെ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു? ഞങ്ങൾ തിരുവല്ലയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ചങ്ങനാശ്ശേരി, ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു 5 ലൊക്കേഷനിലായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഓരോരുത്തർക്കും 4-5 പേര് വീതം, 20 പേരിനടുത്ത്. 20 പേരും അവിടെ 18 പേരും, 38 പേരായി. അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ടേൺ ഓവർ വന്ന് തുടങ്ങിയോ? ഇവിടെ ഗ്രോയിങ് ഫേസിലാണ്, കുഴപ്പമില്ല. ഇപ്പം നല്ല രീതിയിൽ ഒന്ന് സ്റ്റെബിലൈസ് ആയി വരുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് B2B ബിസിനസ് ആണ്. അവിടെ B2Bയും ഇവിടെ B2Cയും. B2C ആണ്. അപ്പോൾ B2B അവിടെ നമ്മുടെ ക്ലയൻസുകളൊക്കെ ആരൊക്കെയാണ്? നമ്മുടെ മേജർ ക്ലയൻസൊക്കെ EPC കോൺട്രാക്ടേഴ്സൊക്കെയാണ്. മേജർ റിഫൈനറീസ്, പവർ പ്ലാന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്സ്, ഇതൊക്കെ ചെയ്യുന്നവരാണ്. ലൈക്ക് ഇപ്പം L&T ഒക്കെ ഞങ്ങളുടെ ക്ലയൻസാണ്. വലിയ ബ്രാൻഡ്. എയർപോർട്ട്സ് അതോറിറ്റി, പിന്നെ പല പോർട്ട് റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന കമ്പനീസ്, അങ്ങനെയൊക്കെ മേജർ. നമ്മൾ ഈ പെയിൻറ്റ് മാത്രം സപ്ലൈ ചെയ്യണോ അതോ വീണ്ടും നമ്മളത് വർക്ക് ചെയ്ത് കൊടുക്കുമോ? ഞങ്ങളുടെ മേജർ ഫോക്കസ് പെയിൻറ്റ് സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനകത്തും കൊണ്ട് കൈവെക്കുമായിരുന്നു. അന്ന് ആപ്ലിക്കേഷനും അതായത് കോൺട്രാക്റ്റിംഗ് കൂടെ ചെയ്യുമായിരുന്നു. ഓക്കെ, ആ സമയത്ത് മേ ബി അത് നല്ലതായിരുന്നായിരിക്കാം. ബട്ട് കുറച്ച് നാളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വലിയ വർക്കുകളൊക്കെ JSWൻ്റെ ഒക്കെ വലിയ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേരം ചില വർക്കുകൾ ചെയ്തപ്പോൾ മനസ്സിലായ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന എല്ലാം റിമോട്ട് ലൊക്കേഷൻസിലാണ്. അപ്പോൾ അവിടെ ചെന്നാൽ നെറ്റ്വർക്ക് ഇല്ല, നമുക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, വർക്ക് നടക്കണം. പിന്നെ നമ്മൾ സബ് കോൺട്രാക്റ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു സബ് കോൺട്രാക്ടറെ വിളിച്ച് അദ്ദേഹമായിരുന്നു ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ സപ്ലൈയും കോർഡിനേഷൻ ചെയ്തു. അപ്പോൾ കസ്റ്റമറുടെ ഇദ്ദേഹത്തിൻ്റെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മുടെ പ്രോബ്ലമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. സൈറ്റിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കസ്റ്റമർ നമ്മൾ അവിടെ എത്തിയിരിക്കണം എന്നുള്ളൊരു ആംഗിളിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ വന്നു. അപ്പോൾ അന്നേരം ചില പ്രോബ്ലം ഉണ്ടായപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ പോയാൽ നമ്മുടെ മറ്റ്
മേഖലയെ അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചു. അത് കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നമായപ്പോഴത്തേക്ക് മാറ്റി വെച്ചു. നമ്മൾ ബാക്ക് ടു സ്ക്വയർ വൺ. വേറെ എന്തെങ്കിലും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞങ്ങൾ വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു സിസ്റ്റംസ് ഒക്കെ സെറ്റായപ്പോഴത്തേക്ക് അതിനൊരു സെപ്പറേറ്റ് വിങ് ആയിട്ടൊക്കെ തുടങ്ങി. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ കോൺട്രാക്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മെയിൻലി ഫ്ലോർ കോട്ടിംഗ്, വേറെ ഫയർ പ്രൊട്ടക്ഷൻ കോട്ടിംഗ്, ഇതൊക്കെ ചെയ്യുമ്പം ഗ്യാരണ്ടീസ് ഒക്കെ ഇൻവോൾവ് ആകുമ്പോഴത്തേക്ക് അങ്ങനെ നിഷായിട്ടുള്ള ചില സെഗ്മെൻറ്റിൽ ഞങ്ങളിപ്പം കോൺട്രാക്റ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും വിദേശത്തോ? ഇപ്പം റീസെൻ്റ്ലി ഞങ്ങൾക്കൊരു ഓർഡർ കിട്ടിയേക്കുന്ന മാൽദീവ്സിൽ ഒരു പ്രോജക്റ്റിലേക്കാണ്. അപ്പം അവിടെ നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ സപ്ലൈയും കോൺട്രാക്റ്റും എല്ലാം കൂടെ. അത് ഏത് പെയിൻ്റ് ആണ്? അത് ഫയർ പ്രൊട്ടക്ഷൻ പെയിൻറ്റിംഗ് ആണ്. ആൽവിൻ, ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണെന്ന് പറഞ്ഞ പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പണിയില്ലാത്തവർ പലരെയും ചോദിക്കും, എന്താ പെയിൻറ്റ് പണിക്ക് പോകുന്നു? ഇതൊരു സ്കിൽ ആവശ്യമുള്ള മേഖലയല്ലേ? ശരിക്കുമാണ്. ഇതിനകത്തെ ഒരു ജനങ്ങളുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈവൻ ഒരു കണക്കിന് ശരിയുമാണ്, ഒരു പണിയും കിട്ടാത്തവർ ഒന്നുകിൽ സെക്യൂരിറ്റി പണിക്ക് പോകും, അല്ലെങ്കിൽ പെയിൻറ്റിങ് പണിക്ക് പോകും. ബിക്കോസ് ആർക്ക് വേണമെങ്കിലും ഒരു ബ്രഷ് എടുത്ത് അടിക്കാൻ പറ്റും എന്നുള്ളൊരിത്. പക്ഷേ ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു പെയിൻറ്റിങ് ആ കസ്റ്റമർക്ക് ബെനിഫിറ്റായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സ് മനസ്സിലാക്കി, അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ പല ഘടകങ്ങൾ നോക്കിയിട്ട് വേണം അത് പെയിൻറ്റിങ് ചെയ്യാൻ. അപ്പം ഒരു വൈദഗ്ധ്യം ഉള്ളവരുടെ ഒരു മേഖലയെന്ന് അതിനകത്ത് പറയാനല്ലോ, കുറവുള്ളവരുടെ മേഖലയാണിത്. നല്ല രീതിയിൽ എക്സ്പെർട്ടൈസ് വേണ്ടിയ ചില കാര്യങ്ങളുണ്ട്, ചില പ്രോഡക്റ്റ്സ് ഉണ്ട് ചിലത്. പക്ഷേ അങ്ങനെ ഒരു തൊഴിലാളി വിഭാഗം നമ്മുടെ അടുത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഇച്ചിരൂടെ വൈദഗ്ധ്യം കൊണ്ടുവരാൻ ചില പ്ലാനുകൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ ടെക്നോളജീസും പുതിയ പ്രോഡക്ട്സും ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇതിലല്ല, ബട്ട് പല രീതിയിൽ. അപ്പോൾ അവരുടെ ഒരു ഉന്നമനവും കസ്റ്റമർക്ക് ഫൈനലി നല്ലൊരു സർവീസ് ആൻഡ് പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളത്. ബിക്കോസ് പെയിൻറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, പെയിൻറ്റിംഗ് എന്നുള്ള സർവീസ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ്, കറക്റ്റായിട്ട് ചേർന്നാലേ ഉള്ളൂ കസ്റ്റമർക്ക് വേണ്ടി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫിനിഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്യണമെന്നുള്ളൊരു ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ആരും പറഞ്ഞു വരുന്നത് പെയിൻറ്റ് നന്നായാൽ പോരാ, പെയിൻറ്ററും കൂടി നന്നാവണം. പെയിൻറ്ററും നന്നാവണം. ഏറ്റവും നല്ല പെയിൻറ്റ് അടിക്കാൻ അറിയാൻ മേലാത്ത ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. അപ്പം അതൊന്നും മാറ്റിയെടുത്ത് നല്ലൊരു പെയിൻറ്റർ കൂടെ വാർത്തെടുക്കുക എന്നുള്ളൊരു ആംഗിളിൽ. നല്ല ആശയം. ഇപ്പോൾ ആൽവിൻ ചെറിയ രീതിയിലൊന്ന് തുടങ്ങിയെങ്കിലും ഇന്നിപ്പോൾ 10-38 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി. ജോട്ടൻ്റെ വൺ ഓഫ് ദി ഐക്കോണിക് ചിലപ്പോൾ ഡീലറായിരിക്കാം നിങ്ങൾ. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവിയിൽ ഇപ്പം ഭാവി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം വി ആർ ഓൾറെഡി ഇൻ ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. ഒരു സ്വന്തം നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പം ചെയ്യുന്ന ബിസിനസ്സിൽ ഉള്ള ബ്രാൻഡുമായിട്ടൊന്നും കമ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു കുറച്ച് സ്പെഷ്യാലിറ്റി റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് അതിൻ്റെയൊക്കെ R&D നടന്നുകൊണ്ടിരിക്കുന്നു. ടെസ്റ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ബ്രാൻഡ് ക്രിയേഷനൊക്കെ ചെയ്ത് മേ ബി ഈ വർഷം അവസാനത്തേക്ക് ലോഞ്ച് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിലാണ്. അറ്റ്ലീസ്റ്റ് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തേക്ക് ലോഞ്ച് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. ബീങ് എൻ എക്സ്പേർട്ട് ഇൻ ജോട്ടൺ, വൺ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, വൈ ജോട്ടൺ? നിരവധി ബ്രാൻഡുകൾ ആ മേഖലയിലുണ്ട്, പക്ഷേ ജോട്ടൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഞാൻ ഇപ്പം കസ്റ്റമേഴ്സിനാണ് സജസ്റ്റ് ചെയ്യുമ്പം നമ്മളൊരു പർട്ടിക്കുലർ ബ്രാൻഡ് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഞാനൊരു പെയിൻറ്റ് ടെക്നോളജിസ്റ്റാണ്. ഞാൻ MSc കഴിഞ്ഞ് ഏഷ്യൻ പെയിൻറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഡിപ്ലോമ ഇൻ പെയിൻറ്റ് ടെക്നോളജി എടുത്തു. അവിടുത്തെ R&Dയിലെ എക്സ്പീരിയൻസ്, ടെക്നിക്കൽ സർവീസിലെ എക്സ്പീരിയൻസ്, സെയിൽസിലെ എല്ലാ എക്സ്പീരിയൻസും കൂടി ചേർന്ന് കസ്റ്റമർക്ക് ഏതാണ് സൂട്ടബിളായിട്ടുള്ളൊരു സൊല്യൂഷൻ. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഗ്രാവിറ്റി കോട്ടിംഗ് സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ളൊരു ആംഗിളിലാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിന് ചിലപ്പം ചില കേസിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ബ്രാൻഡ് ആയിരിക്കില്ല അവർക്ക് സൂട്ടബിൾ. അന്നേരം നമ്മൾ അവരോട് പറയും നമ്മുടേതിന് ഇച്ചിരി ലിമിറ്റേഷൻ ഉണ്ട്, ഇതായിരിക്കും പറ്റിയെന്നുള്ളത്. അപ്പം ബ്രാൻഡ് എന്തുകൊണ്ട് ജോട്ടൺ എന്ന് ചോദിച്ചാൽ ലൈക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ജോട്ടൺ ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ്സ്. പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിൽ ടോപ്പ് കാറ്റഗറിയിൽ ഉള്ളൊരു ബ്രാൻഡാണ്. നല്ല പ്രോഡക്ട്സാണ്. ഞാൻ വർക്ക് ചെയ്ത പല കമ്പനികളിലും ഇപ്പോഴും ജോട്ടണായിട്ട് കമ്പയർ ചെയ്യുമ്പം ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഏറ്റവും കുറവുള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺസിസ്റ്റൻസി ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ജോട്ടൻ്റേത്. അപ്പോൾ അത് നമ്മുടെ ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങിലും കസ്റ്റമർ സർവീസ് ആംഗിളിലും നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുന്നൊരു ബ്രാൻഡായിരുന്നു, പ്രോഡക്റ്റായിരുന്നു അത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ജോട്ടണെ ആശ്രയിച്ചത്. എക്സലൻറ്റ്. സോ ആൽവിൻ, അപ്പോൾ ഇനി സ്വന്തം ബ്രാൻഡുമായി ഏത് വർഷമാണ് ആ ബ്രാൻഡ് പുറത്തേക്ക് വരിക?
അടുത്ത വർഷം ബിഗിനിങ്ങിലുണ്ടാവും. അപ്പോൾ അതൊരു വലിയ ചുവടുവെപ്പ് തന്നെ ആയിരിക്കും. അതെ, ഞങ്ങളെ സംബന്ധിച്ച് വലിയ ചുവടുവെപ്പ് തന്നെ ആയിരിക്കും. ബിക്കോസ് ട്രേഡിങ്ങിൽ നിന്ന് മാനുഫാക്ചറിങ്ങിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. ബട്ട് ഓക്കെ, വിൽ ട്രൈ. മാത്രമല്ല, പെയിൻറ്റ് ബിസിനസ്സിൽ ഇപ്പോൾ അറിയാലോ ഒത്തിരി അധികായന്മാരാണ്. അപ്പം അവരുടെ ഇടയിലേക്ക് നമ്മളൊരു ചെറിയൊരു പ്ലെയറായിട്ട് ഇന്ന് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ കേട്ടു ആൽവിൻ എന്ന ഈ സംരംഭകൻ്റെ യാത്ര. അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റാണ് പെയിൻറ്റിൽ. അദ്ദേഹത്തിന് ജോലി കിട്ടിയത് ഏഷ്യൻ പെയിൻറ്റ്സിലായിരുന്നു. അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ച് പിന്നീട് ഡ്യുലക്സ് പോലുള്ള ബ്രാൻഡുകളുടെ കമ്പനിയുടെ അവിടെയും എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹം കൈവച്ചത് പിന്നീട് സെയിൽസിലാണ്. ഒരു സംരംഭകന് വേണ്ട ഏറ്റവും മികച്ച ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രോഡക്റ്റ് നോളജിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഉൽപ്പന്നം വിൽക്കാൻ കഴിയുക എന്നുള്ളത്. എല്ലാ സംരംഭകനെ പോലെയും അദ്ദേഹവും കണ്ടല്ല പഠിച്ചത്, കൊണ്ടാണ് പഠിച്ചത്. വർക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, നഷ്ടങ്ങളുണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് ഒറ്റയ്ക്ക് വീണ്ടും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അത് സ്ലോ ആൻഡ് ആ ഒരു പ്രോസസ്സ് ബിൽഡ് ചെയ്ത് ഇന്ന് അദ്ദേഹം ചോട്ടൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിന് ചെന്നൈയിൽ നല്ലൊരു ബിസിനസ് മോഡലുണ്ട്. 18 പേർക്ക് അവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. 21 crores വിറ്റുവരവുണ്ട്. നാട്ടിലേക്ക് വന്ന് 20 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം പടുത്തുയർത്തി കഴിഞ്ഞു. വലിയ സ്വപ്നങ്ങളുമായാണ് ആൽവിൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് ഉണ്ടാവണം. നമുക്കിത്തരം സംരംഭകരും നന്നായി നോളജ് ഉണ്ടാക്കിയതിന് ശേഷം സംരംഭം പലരും ഇറങ്ങി തിരിച്ചടികളുണ്ടാകുമ്പോൾ തിരിഞ്ഞുകൂടുന്നവരാണ്. അദ്ദേഹം കൊണ്ടുപഠിച്ചതാണ്. അദ്ദേഹത്തിന് ഓരോ സിറ്റുവേഷനിലും ചാലഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഉണരുന്നത്. ആരെങ്കിലും ചാലഞ്ച് ചെയ്യുമ്പോഴാണ് അദ്ദേഹം അത് കൂടുതൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് ഉറപ്പായും ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആൽവിനെ വ്യക്തമായി എനിക്കറിയാം. ആൽവിൻ്റെ പരിചയമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക്, സുഹൃത്ത് എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം കൈവച്ചാൽ അത് വിജയിപ്പിക്കും. ആൽവിൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ചെറിയ രീതിയിൽ തുടക്കി ആദ്യം 1500 2500 നിന്നിരുന്ന താങ്കൾ ഇന്ന് 38 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ സംരംഭകനായി എന്നുള്ളതിൽ അഭിമാനമുണ്ട്. താങ്കൾ കണ്ട സ്വപ്നങ്ങൾ പൂണിയിട്ട് ബ്രാൻഡുമായി ഉടൻ തന്നെ പുറത്തേക്ക് വരിക. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും 1500ഓളം വരുന്ന നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.